എറണാകുളം തൃക്കാക്കരയിൽ യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിനിടെ ഉണ്ടായ കയ്യേറ്റ ശ്രമത്തിൽ 30 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. തെളിവെടുപ്പിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. 10,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചുവെന്നാണ് കേസ്. നിതിൻ സേവ്യറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നിതിൻ, എന്തൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്? ആർക്കൊക്കെതിരെ? കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെയാണ് നിലവിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധവും സംഘർഷവും കയ്യേറ്റ ശ്രമത്തുമൊക്കെ കേസെടുത്തിരിക്കുന്നത്. അതായത് വിവാഹ ചടങ്ങ് കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന 3 യുവാക്കളെ ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. കാറിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു ക്രൂരമായ മർദ്ദനം. ഈ മർദ്ദനമേറ്റവർ ഇപ്പോഴും ആശുപത്രിയിലാണ്. അതിലൊരാളുടെ നില ഗുരുതരവുമാണ്. ഈ പ്രതികൾ കോഴിക്കോട്ടേക്ക് കടന്നിരുന്നു. പിന്നീട് അവർ തിരികെ കൊച്ചിയിലേക്ക് വരുമ്പോഴാണ് ഇന്നലെ കൊച്ചി കണ്ടെയ്നർ റോഡിൽ വെച്ച് ഈ പ്രതികളെ പോലീസ് പിടികൂടുന്നത്. അതിനുശേഷം ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുപോകാനായി ഇറക്കിയപ്പോഴാണ് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രതികൾക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരുന്നു. പിന്നീട് കൂടുതൽ പോലീസുകാരെ എത്തിച്ചാണ് ഈ സംഭവം നടന്ന NGO ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് ഈ പ്രതികളെ കൊണ്ടുപോയത്. പക്ഷേ അവിടെയും വലിയ തോതിലുള്ള പ്രതിഷേധവും സംഘർഷവും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതികളെ പുറത്തിറക്കാനായില്ല. തെളിവെടുപ്പ് പൂർത്തിയാക്കാതെ മടങ്ങുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഈ ബസ്സിനകത്ത് വെച്ച് തന്നെ ഇവർ സംഭവിച്ചത് എന്താണെന്ന് പോലീസിന് വിശദീകരിച്ചു. അതിനുശേഷം ഇവരെ രാത്രി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ കയ്യേറ്റ ശ്രമത്തിനിടെ പോലീസുകാരന് പരിക്കേൽക്കുന്നത്. പോലീസിന്റെ വാഹനങ്ങൾക്കടക്കം വലിയ തോതിലുള്ള കേടുപാടുകളുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് ഈ പ്രതികളുടെ വാഹനം പൂർണ്ണമായും തല്ലി തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ, അതായത് പ്രധാനമായും ഈ പരിക്കേറ്റവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒപ്പം നാട്ടുകാരുമൊക്കെയാണ് അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാക്കിയത്. അവർക്കെതിരെയാണ് ഇപ്പോൾ കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ കേസെടുത്തിരുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതിന്, സ്വകാര്യ മുതൽ നശിപ്പിച്ചതിന്, ഒപ്പം 10,000 രൂപയുടെ പൊതു വസ്തുക്കൾ നശിപ്പിച്ചതിന്, ഒപ്പം ഔദ്യോഗിക കൃത്യനിർവഹണത്തിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ ആക്രമണം നടത്തി തുടങ്ങിയ വകുപ്പുകൾക്കാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ തൃക്കാക്കര സ്റ്റേഷനിലെ ഒരു SIക്ക് പരിക്കേറ്റിരുന്നു പ്രതിഷേധത്തിൽ. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസിനെ ആക്രമിച്ച അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് 30 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നിതിൻ സേവ്യറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.